ഗുഡ് മോർണിംഗ്, വെൽക്കം ടു മോർണിംഗ് ബ്രീഫ്. ഏറെ നാളായി കാത്തു നിൽക്കുന്ന ഇന്ത്യ യു എസ് ട്രേഡ് ഡീൽ അടുത്ത ദിവസം തന്നെ പ്രാബല്യത്തിൽ വരും എന്നൊരു സൂചനയാണ് ഇപ്പോൾ ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഒരു രാജ്യത്തിന് താരിഫുകളിൽ ഇളവുകൾ നൽകിക്കൊണ്ട് ആ രാജ്യത്തിൻ്റെ വിപണിയിലേക്ക് യു എസ് പ്രോഡക്റ്റുകൾക്കും യു എസ് മാർക്കറ്റിനും ആക്സസ് നേടിയെടുക്കുക എന്ന ഇന്തോനേഷ്യയിൽ പയറ്റിത്തെളിഞ്ഞ ഒരു തന്ത്രം ഇന്ത്യയിൽ വിജയിക്കുമോ എന്നാണ് ഇന്ത്യൻ മാർക്കറ്റ് ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. എന്തായാലും അനൗൺസ് ചെയ്തതിന് ശേഷം ഇന്തോനേഷ്യൻ മാർക്കറ്റ് വളരെ പോസിറ്റീവായിട്ടാണ് ഇതിനോട് റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നും ഇന്തോനേഷ്യൻ മാർക്കറ്റ് ഏകദേശം 1.67% അപ്പായിട്ടാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യു എസ് മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം യു എസ് മാർക്കറ്റ് ഓൾമോസ്റ്റ് ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. അവിടെ വന്ന ഇൻഫ്ലേഷൻ ഡാറ്റകൾ മാർക്കറ്റിനെ ബാധിച്ചില്ല എന്ന് വേണം കണക്കാക്കാനായിട്ട്. എന്നാൽ താരിഫ് നയത്തിൻ്റെ ഭീതിയിൽ തന്നെ യൂറോപ്യൻ മാർക്കറ്റുകൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റ് ഓൾമോസ്റ്റ് എല്ലാ ഏഷ്യൻ മാർക്കറ്റും ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റിൽ തന്നെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്ന് 47 പോയിൻറ്റ് പ്ലസ് ആയിട്ടാണ് ട്രേഡിംഗ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ട്രംപിൻ്റെ നയങ്ങൾ ഇന്ത്യയിൽ വിജയിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഓരോ സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസും അതിൽ നിന്ന് ഉണ്ടാകുന്നതായിരിക്കും. ഇന്ന് മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇന്ന് F&O എക്സ്പയറിയാണ്, വീക്കിലി എക്സ്പയറിയാണ്. അതിൻ്റേതായിട്ടുള്ള ഒരു വൊളാറ്റിലിറ്റിയും മാർക്കറ്റിലുണ്ടാകും. ഒപ്പം 25,200 എന്ന ഒരു റെസിസ്റ്റൻസ് ലെവലിൻ്റെ മുകളിലാണ് കഴിഞ്ഞ ദിവസം നിഫ്റ്റിക്ക് ഒരു ക്ലോസിംഗ് ലഭിച്ചത്. അതൊരു പോസിറ്റീവ് മൊമെൻറ്റം ചിലപ്പോൾ നിഫ്റ്റിക്ക് നൽകിയേക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭ ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.